ബംഗ്ലാദേശിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ. പ്രമുഖ യുവ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ നിയന്ത്രണം വിട്ട് അക്രമത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ എംബസികളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ജൂലൈയിലെ പ്രക്ഷോഭത്തിന്റെ നായകനായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി വധശ്രമത്തെ തുടർന്ന് സിംഗപ്പൂരിൽ വെച്ച് മരണപ്പെട്ടത്. ഈ വാർത്ത പുറത്തു വന്നതോടെ ധാക്കയും പരിസര പ്രദേശങ്ങളും കത്തിയെരിയുകയാണ്. പത്ര ഓഫീസുകൾ തകർത്തു, തെരുവുകളിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങി. എന്നാൽ സ്ഥിതി കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ എംബസികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ധാക്ക, രാജ്ഷാഹി, ചിറ്റ്ഗോങ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് നേരെ രാത്രിയിൽ കല്ലേറുണ്ടായി. ഭാഗ്യവശാൽ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കോ ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ്. ഇന്ത്യൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രക്ഷോഭകർ രംഗത്തിറങ്ങുന്നതിനിടയിലാണ് ഈ ആക്രമണങ്ങൾ. ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വ്യാജ പ്രചാരണങ്ങളും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന് ക്രമസമാധാനം നിലനിർത്താൻ കഴിയുന്നില്ല എന്നതിനപ്പുറം ഈ കലാപങ്ങൾ യൂനസിന്റെ ഒത്താശയോടെയാണോ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അയൽ രാജ്യത്തെ ഈ അസ്ഥിരത ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്, വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിലാണ്. ബംഗ്ലാദേശിൽ രൂപപ്പെടുന്ന ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവതരമാണ്. വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.